അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബനാന ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കേക്ക് ഉണ്ടാക്കുന്നതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി 2-3 തവണകളായി അരിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. കേക്കിലേക്കായി എടുത്തത് 2 നേന്ത്രപ്പഴമാണ്, മീഡിയം സൈസിലുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഒരു ബൗളിലേക്ക് 3 എഗ്ഗ്, 1 തരി ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് സ്പീഡ് കുറച്ചൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബനാന മിക്സ് ഇട്ട് കൊടുക്കുക. 1 കപ്പാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. ബനാന മിക്സ് ഇതിലേക്ക് യോജിച്ച് കഴിഞ്ഞാൽ അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 തവണകളായി ചേർത്ത് പതിയെ ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലെങ്കിലും ഈ കേക്ക് ചെയ്തെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിൽ തവണകളായിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ബീറ്റർ മാറ്റാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനെടുക്കുന്ന പാത്രത്തിന് അടിയിലായിട്ട് ഒരു ശകലം എണ്ണ പുരട്ടി കൊടുത്ത് അതിലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കണം. 8 ഇഞ്ചിലുള്ള റൗണ്ട് മോൾഡിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. മോൾഡിലേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കുക. ഇതിലുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയാണ്. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ല, ഒരു ഇഡലി തട്ടിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ കേക്ക് ബേക്കായി വരാൻ വേണ്ടിയിട്ട് 45 മിനിറ്റ് എടുത്തിട്ടുണ്ട്. കേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ആ പാത്രത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, അതിനെ പുറത്തേക്ക് എടുക്കണം. ചൂടാറിയതിന് ശേഷം പാത്രത്തിൽ നിന്നും ഇളക്കി മാറ്റാവുന്നതാണ്. കേക്ക് ചൂടാറുന്നതിന് മുമ്പ് മുറിച്ചെടുത്താൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചൂടാറിയതിന് ശേഷം അവനാൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ മുറിച്ചെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.